അതിന്റെ ഇനിയും വെട്ടാനോ പോണത് അതോ ബണ്ടിടാനോ? വെട്ടാൻ പോവോ ആണോ? ഇനി എല്ലാവരും വെട്ടാനോ പോണേ പറഞ്ഞു. ഓരൊക്കെ വെട്ടാനാ പറയുന്ന ഞാൻ കേട്ടു. അതിന് ഓമനൊന്ന് കത്തിയെടുക്കാതില്ല ഇങ്ങോട്ട് പോന്നിരിക്കണേ. കൈക്കോട്ട് കൊണ്ടുവന്നിരിക്കണോ? കൈക്കോട്ട് കൊണ്ടാണോ കത്തിപ്പണി എടുക്കല്? കൈക്കോട്ട് കൊണ്ടുവന്നിട്ടാണ് പണിയെടുക്കുന്നത്. രണ്ടും വേണം ആദ്യം തന്നെ നമ്മളെ മേച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള വൃത്തി നമ്മൾ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കയറുക അല്ലേ? ഓരൊക്കെ വേണം ഇങ്ങോട്ട് വരട്ടെ. കോട്ടിടണോ? സുബൈദാത്ത കോട്ടിടണില്ലേ? പിന്നെ ഞാൻ കൂട്ടണോ? മഴ ഉണ്ടാ പനിച്ചൂല. അവിടെ എന്തൊക്കെയോ ഒരു ചർച്ച ചെയ്യാം. ഒരു ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. വണ്ടി നിലച്ചിട്ട് എവിടെ ആവില്ല. നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ട് നമ്മളെ ജീവിതം പോകും. മറ്റുകളും അധ്വാനിച്ച് പിന്നാലെ യോഗം ചെയ്യേണ്ട തൊഴിലുറപ്പുണ്ടായെങ്കിൽ തന്നെ നമുക്ക് രക്ഷയില്ല. അല്ലെങ്കിൽ ആരോ രക്ഷ നമുക്കില്ല. ആകെ 4 കിലോന് അരിയോ നമുക്കൊരു മാസത്തെ കിട്ടുന്നത്. അതെന്തൊക്കെ ഈ എത്തിച്ചുകൊണ്ട് തിളപ്പിച്ച് കുടിച്ച് അതിൻ്റെ വെള്ളം കുടിച്ചാൽ മതിയോ? അതെന്തെങ്കിലും ഒരു കൂത്തനായിട്ട് അതിൽ മറിയണ്ട. അതുമില്ല. വേറെ ഒരു 4 കിലോ ആ ഉള്ളോന് 35 കിലോന് അരി മണ്ണെണ്ണയും പഞ്ചസാരയും ഒക്കെ വെച്ച് റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇല്ലാത്ത പാവങ്ങൾക്ക് ഒരു വടിയും. നമ്മളെടുത്ത പണീൻ്റെ പൈസ ഓണാകുമ്പോഴത്തേക്ക് കയറുക പോലെ ഒക്കെ കയറും. അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മളെ നേരി സർക്കാർ നമുക്ക് വരും. ഇതുവരെ പൈസ കിട്ടിയില്ല പറഞ്ഞിട്ട് നമുക്ക് തന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കോട്ടിട്ടു. അഞ്ഞി മഴ കൊള്ളാൻ എനിക്ക് പറ്റൂല. പനിച്ചു. ഇപ്പത്തെ പനി വന്ന ആശുപത്രിയിൽ എത്ര ദിവസം കിടക്കുന്നില്ലത് അറിയോ? ഓമനേന്റെ കോട്ട് നോക്കട്ടെ. ഓമനെ കണ്ടടി, സൂപ്പർ ആയിട്ടുണ്ടടി. ഓക്ക് ഇടാൻ അറിയണ്ടേ? ഈ കോട്ടിട്ടാല് വല്ല ജന്തുക്കൾ വരുന്നോട്ട് അറിയില്ല. പട പടാന്നില്ല. അത് സത്യം. നമ്മൾ